കൊൽക്കത്തയിൽ ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതി സഞ്ജയ് റോയെ നുണ പരിശോധനയ്ക്ക് സിബിഐ വിധേയനാക്കി. അതേസമയം കോളേജിലെ മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെതിരായ അഴിമതി ആരോപണ കേസിൽ സിബിഐ ഇന്ന് റെയ്ഡ് നടത്തിയിരുന്നു. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുന്നത്. വിനിഷ, കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ PG ട്രെയിനി ഡോക്ടർ ബലാത്സംഗത്തിന് ഇരയായി ദാരുണമായി കൊല്ലപ്പെട്ട സംഭവത്തിൽ ഇപ്പോൾ CBIയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ്. അതിനിടെയാണ് മുൻ പ്രിൻസിപ്പലായിട്ടുള്ള സന്ദീപ് ഘോഷിനെ എതിരെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ഈ കോളേജിന്റെ തന്നെ മുൻ സൂപ്രണ്ട് രംഗത്ത് വന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ CBI അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഇന്ന് അദ്ദേഹത്തിന്റെ വസതിയിലും അതോടൊപ്പം തന്നെ 15ഓളം വരുന്ന അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള 15ഓളം വരുന്ന സ്ഥാപനങ്ങളിലുമാണ് CBI റെയ്ഡ് നടത്തിയിട്ടുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും നുണ പരിശോധന നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചതിനെ തുടർന്നാണ് കോടതി ഇവരെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്ന ഉത്തരവ് ഇട്ടിരുന്നു. അതിന് പിന്നാലെ ഇവരെ കഴിഞ്ഞ ദിവസം 6 പേരുൾപ്പെടെ, അതായത് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഉൾപ്പെടെ 6 പേരെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു. ശരി, സ്വാതി സന്തോഷാണ് വിശദാംശങ്ങൾ വ്യക്തമാക്കിയത്.